ആലുവ അദ്വൈതാശ്രമത്തിലെ പതാകകൾ നശിപ്പിച്ച നഗരസഭാ ജീവനക്കാർക്കും ഭരണസമിതിക്കുമെതിരെ പ്രതിഷേധം ശക്തം. അദ്വൈതാശ്രമത്തോട് ആലുവ നഗരസഭയ്ക്ക് ശത്രുതാ മനോഭാവമാണെന്ന് ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിലേക്ക് SNDPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു ആലുവ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം കണ്ടിജൻസി ജീവനക്കാരുടെ അതിക്രമം. ഗുരുദേവ ജയന്തിയുടെ ഭാഗമായി അദ്വൈതാശ്രമം കോമ്പൗണ്ടിൽ ആലുവ SNDP യൂണിയൻ സ്ഥാപിച്ചിരുന്ന ബോർഡും പീത പതാകകളും മതിലിന് മുകളിലിരുന്ന സ്കൂളിൻ്റെ ബോർഡുമാണ് മുന്നറിയിപ്പില്ലാതെ വലിച്ചെറിഞ്ഞത്. പൊതുസ്ഥലത്ത് കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും പാടില്ലെന്ന കോടതി ഉത്തരവിൻ്റെ മറവിലായിരുന്നു നടപടി. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇതോടെ ഉയർന്നത്. അദ്വൈതാശ്രമത്തിൻ്റെയും SNDPയുടെയും നേതൃത്വത്തിൽ ഇന്നു രാവിലെ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ആശ്രമത്തിനെതിരെ ശത്രുതാ മനോഭാവമാണ് നഗരസഭ വെച്ചു പുലർത്തുന്നത് എന്നും യാതൊരു പ്രകോപനവും കൂടാതെയുള്ള നടപടിയായിരുന്നു നഗരസഭയുടേത് എന്നും സ്വാമി ധർമ്മചൈതന്യ പറഞ്ഞു. ഈ ആശ്രമം ജാതിമതഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് അദ്വൈതാശ്രമം. അപ്പോൾ ഈ ആശ്രമത്തോട് ഇപ്രകാരം മുനിസിപ്പൽ ഭരണാധികാരികൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിച്ച ഈ ഒരു നടപടി അങ്ങേയറ്റം നിന്ദ്യമാണ്. കോടതി ഉത്തരവ് പ്രകാരം പൊതുസ്ഥലത്താണ് കൊടികളും ബോർഡുകളും ഇരുന്നതെങ്കിൽ നഗരസഭയ്ക്ക് പിഴ ചുമത്തുകയോ അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെടുകയോ ചെയ്യാമായിരുന്നു എന്നും അദ്വൈതാശ്രമം അധികൃതർ ചൂണ്ടിക്കാട്ടി. അദ്വൈതാശ്രമത്തിൻ്റെയും SNDPയുടെയും പ്രതിഷേധത്തിന് പിന്നാലെ LDFിൻ്റെ നേതൃത്വത്തിലും ആലുവ നഗരസഭാ ഭരണസമിതിക്കെതിരെ പ്രതിഷേധം നടന്നു. കൈരളി ന്യൂസ്, കൊച്ചി.